കർഷക റാലിയോടെ ദേശീയ കിസാൻ കൗൺസിൽ യോഗത്തിന് കണ്ണൂരിൽ സമാപനം. വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വന്യജീവി സംരക്ഷണ നിയമം ഉടൻ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക പ്രക്ഷോഭം ശക്തമാക്കുമെന്നും കിസാൻ സഭ നേതാക്കൾ പറഞ്ഞു. ടൗൺ സ്ക്വയർ കേന്ദ്രീകരിച്ച് നടന്ന കർഷക റാലിയോടെയാണ് 2 ദിവസങ്ങളിലായി നടന്ന കേന്ദ്ര കിസാൻ കൗൺസിൽ യോഗം സമാപിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നേതാക്കൾക്ക് സ്വീകരണവും നൽകി. കാർഷിക പ്രതിസന്ധി, വ്യാപാര കരാറുകൾ, കേന്ദ്രത്തിന്റെ കർഷകദ്രോഹ നയങ്ങൾ തുടങ്ങിയവ കൗൺസിൽ യോഗം ചർച്ച ചെയ്തു. വന്യജീവികളിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കിസാൻ സഭ നേതാക്കൾ ആവശ്യപ്പെട്ടു. വന്യമൃഗ ശല്യം അത് വലിയ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. കൃഷിനാശം സംഭവിക്കുന്നു. ആയിരക്കണക്കിന് കോടിയാണ് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2017നും 2022നും ഇടയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ശരാശരി 460ഓളം ആൾക്കാരാണ് വന്യമൃഗങ്ങൾ കാരണം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം. പക്ഷേ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല എന്ന രീതി. കർഷക റാലിയിലും സ്വീകരണ യോഗത്തിലും അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റ് അശോക് ധവളെ, ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ, നേതാക്കളായ പി കൃഷ്ണപ്രസാദ്, ഇ പി ജയരാജൻ, എം വിജയകുമാർ, വത്സൻ പനോളി, എസ് കെ പ്രീജ, ഹനൻ മൊള്ള, അമ്രാറാം MP തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.